അല്ല, അദ്ദേഹത്തിൻ്റെ മറുപടി ഞാൻ കേട്ടു. അദ്ദേഹം മുണ്ടെടുത്താലും മുണ്ട് മടക്കി കുത്തിയാലും മുണ്ട് അയച്ച് തലയെ കെട്ടിയാലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. പക്ഷെ അദ്ദേഹം അത് ആ സിനിമാ ഡയലോഗ് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അത് പറഞ്ഞു കൊടുത്ത PR ഏജൻസികൾ പൊട്ടിക്കരഞ്ഞാണ്. അതെ, PR ഏജൻസികൾ പൊട്ടിക്കരയുകയും ചെയ്തു. എന്നാൽ നാട്ടുകാരാണെങ്കിൽ കൂട്ടത്തോടെ ചിരിക്കുകയുമാണ് ചെയ്തത്. നേരെ ചൊവ്വേ മലയാളം പറയാൻ അറിഞ്ഞൂടാത്ത രാജീവേ, നിങ്ങളെയല്ല യഥാർത്ഥത്തിൽ കുറ്റം പറയേണ്ടത്. നിങ്ങളെ കേരളത്തിൻ്റെ അധ്യക്ഷൻ പദവി തന്ന മോദിനെയും അമിത്ഷാനെയും അവരെ വേണം ആദ്യം തല്ലേണ്ടത്. ബിസിനസ്സും ചെയ്ത് നടക്കുന്ന നിങ്ങൾക്ക് പറ്റിയ പണിയല്ല രാഷ്ട്രീയം. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സും നോക്കി അങ്ങ് അഹമ്മദാബാദിൽ തന്നെ ഇരുന്നാൽ പോരായിരുന്നോ? തനിക്ക് മലയാളത്തിൽ സംസാരിക്കാനും അറിയാം, മലയാളത്തിൽ തെറി പറയാനും അറിയാമെന്നുള്ള ലൂസിഫറിലെ ടൊവിനോയുടെ കഥാപാത്രത്തിൻ്റെ ഡയലോഗ് കടമെടുത്തുകൊണ്ടായിരുന്നു BJP അധ്യക്ഷൻ്റെ പ്രസംഗം. എന്നാൽ അതുപോലും മര്യാദയ്ക്ക് പറയാൻ പറ്റാതെ മൊത്തം BJPക്കാരെ നാറ്റിക്കുന്ന പരിപാടിയാണ് രാജീവ് കാണിച്ചു കൂട്ടിയത്. RSS പൂർണ്ണമായും രാജീവിന് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് രാജീവിനോട് ഒരു താല്പര്യവുമില്ലാതെ അണികൾ ഒപ്പം നിൽക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് കേരളം എന്താണെന്നും ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്നും തിരിച്ചറിവില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് എന്ത് സത്യമാണ് എന്ന് ജനങ്ങൾക്കും ഇപ്പോൾ ബോധ്യമായി വരികയാണ്. തനിക്ക് മലയാളം അറിയില്ല എന്ന് ചിലർ പറയുന്നുണ്ട് എന്നും എന്നാൽ താൻ തൃശ്ശൂരിൽ പഠിച്ചു വളർന്ന ആളാണ് എന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ മലയാളം കേട്ടിട്ട് കേരളത്തിൽ കാലുകുത്തിയത് തന്നെ ഈ ഇലക്ഷന് വേണ്ടിയിട്ടാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവുകയാണ്. പിന്നെ തെറി പറയണമെങ്കിൽ അദ്ദേഹം പറഞ്ഞോട്ടെ എന്നും അദ്ദേഹത്തെ പഴയ BJPക്കാർ തന്നെ തെറി പറയുന്നുണ്ടല്ലോ എന്നും VD സതീശൻ നല്ല മറുപടി, ചുട്ട മറുപടി രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തിട്ടുമുണ്ട്. PR ഏജൻസികൾ പറഞ്ഞു കൊടുത്തത് എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? സിനിമയിൽ കാണുന്ന പോലെ അല്ല അത്. സിനിമയിൽ കണ്ടതിൻ്റെ സിനിമയിൽ ലൂസിഫർ സിനിമയിലെ ഡയലോഗാണല്ലോ അടിച്ചത്. ലൂസിഫർ സിനിമയിൽ കണ്ട നേരെ എതിരാണ് കണ്ടത്, നേരെ എതിര്. PR ഏജൻസികൾ കരഞ്ഞു കാണും. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ സിനിമാ ഡയലോഗ് പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ ഡയലോഗ് അദ്ദേഹം എങ്ങനെയാണ് പറഞ്ഞതെന്ന് നിങ്ങൾ കേട്ട് കാണും. പിന്നെ മുണ്ട് എങ്ങനെ വേണമെങ്കിലും കുത്തിക്കോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, ഞങ്ങളൊന്നും ബാധിക്കുന്ന ഒരു വിഷയമല്ല. പിന്നെ അദ്ദേഹം തെറി പറയണമെങ്കിൽ പറഞ്ഞോട്ടെ. അദ്ദേഹത്തെ പഴയ BJPക്കാർ ഇഷ്ടംപോലെ തെറി പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം അവരോട് വേണമെങ്കിൽ തിരിച്ച് തെറിയും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് യാതൊരു വിരോധമില്ല. ഞങ്ങളെന്നും വരട്ടാനൊന്നും വേണ്ടി വരണ്ട. 5 കൊല്ലം കേന്ദ്രമന്ത്രിയായിരുന്നിട്ടും കേരളത്തിന് വേണ്ടി രാജീവ് എന്താണ് ചെയ്തത് എന്ന് കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു എന്ന് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചു ചോദിക്കും. അതാണ് അവസ്ഥ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് മനുഷ്യ, എങ്ങനെയാണ് നിങ്ങൾ രാജ്യസഭാ മെമ്പറായത് എന്ന്. അത് ഈ നാട്ടിലെ ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ്, കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം. അതിനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. ഒന്ന് കേരളത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരളത്തിൻ്റെ ഒരു പാരമ്പര്യത്തെക്കുറിച്ചോ സാമൂഹ്യ രാഷ്ട്രീയ ചുറ്റുപാടുകളെക്കുറിച്ചോ കേരളത്തിലെ വഴികളെക്കുറിച്ചോ പോലും അദ്ദേഹത്തിന് അറിയില്ല. എന്നെക്കൊണ്ട് പറയിപ്പിക്കണ്ട. കാരണം 2006 അദ്ദേഹം എങ്ങനെയാണ് രാജ്യസഭാ മെമ്പറായത്? എങ്ങനെയാണ് മെമ്പറായത്? നിങ്ങൾ അന്വേഷിക്കുക. എങ്ങനെയാണ് മെമ്പറായത്? ബാക്ക് ഡോറിൽ കൂടിയാണ് ആയത്. 2012 അങ്ങനെ തന്നെ ആയത്. 2018 വീണ്ടും ആകുന്നതിന് മുമ്പാണ് BJP ചേർന്നത്. 5-6 കൊല്ലമേ ഉള്ളൂ BJP ചേർന്നിട്ട്. എന്നിട്ടാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ കേരളത്തിൽ വന്ന് 5 കൊല്ലം മന്ത്രിയായിരുന്നല്ലോ. ഇപ്പോൾ മലയാളം പറയാം, മലയാളത്തിൽ തെറി പറയാം. ഈ കേരളത്തിന് വേണ്ടി ആ കേന്ദ്രമന്ത്രിയായിരുന്നു. എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടോ? വിട്ടേക്ക്. ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു, അത് വിട്ടേക്ക്, ആ കേസ് വിട്ടേക്ക്. നമ്മൾ ഫൈറ്റ് ചെയ്യാനൊന്നും വരുന്നില്ല. അക്കൗണ്ടിൽ 4 കാശുണ്ട് എന്ന് കരുതി നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും ഗുണമുണ്ട് എന്നതല്ലാതെ ആ കാശ് വെച്ച് ജനങ്ങളുടെ മനസ്സിൽ കയറാൻ പറ്റുമെന്ന് ചിന്തിക്കുന്നത് ഒരു ആന മണ്ടത്തരമാണ്. അതിന് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുക തന്നെ വേണം. അങ്ങനെയേ മനസ്സിലേക്ക് കയറാൻ പറ്റൂ.